ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് മുൻപ് പർച്ചേസ് ആക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഭയങ്കര അഫോർഡബിൾ പ്രൈസിന് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ. അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോഴും നല്ല പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോഴും കുറേ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു പ്രൊഡക്റ്റ് എങ്ങാണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ യൂസ് ആക്കാതെ വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ തിങ്ക് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെറിയൊരു പ്രൈസ് അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ടാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ അതിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രൈസിന് അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തപ്പി നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ ലേറ്റ് ആക്കുന്ന വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്ലാക്ക് അതുപോലെ തന്നെ ഡാർക്ക് ലൈറ്റ് കളറിൽ വരുന്ന ഒരു റോസ്, അങ്ങനെ കുറച്ച് കളറൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിനൊരു കാഫ് ലെങ്ത്തോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. സൈഡിലായിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എക്സ്ട്രാ ആഡ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഡ്രസ്സിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി വന്നിട്ട് ഭയങ്കര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിന് വന്നിട്ട് കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഷർട്ട് നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവിന് വന്നിട്ട് ഒരു ലൂസ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഒരു 3/4 സ്ലീവ്സ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിന്റെ ഭയങ്കര ഒരു രസമുള്ള ഒരു ഭാഗമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ടിലും ഫുൾ ഓൺ ഉള്ള ഈ ഒരു ഫ്രിൽസ് ആണ് കേട്ടോ. ഒരു 3 to 4 ഫ്രിൽസോളം താഴോട്ടുണ്ട്. അത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേറെ ഏതുന്ന സമയത്ത് മനസ്സിലാവും. ആ ഒരു ഫ്രിൽസിൽ തന്നെ വന്നിട്ട് കുഞ്ഞു 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 പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു ലുക്ക് വന്നിട്ട് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഈ ഒരു ക്വാളിറ്റി ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര നല്ല രസമുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്വാളിറ്റിയോടൊപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഒരു 316 or 50 എങ്ങാണ്ടേ വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോഴല്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ വേറെ ചെയ്ത് കാണുമ്പോൾ ഇതിന്റെ കളർ ആയിക്കോട്ടെ, പ്രിന്റ് ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി എല്ലാം നല്ല രസമുള്ള ഒരു തന്നെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കൂടെ വന്നിട്ട് എക്സ്ട്രാ ഒരു ബെൽറ്റും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേ ഒരു പ്രിന്റിൽ വരുന്ന ഒരു എക്സ്ട്രാ ബെൽറ്റും കൂടി കിട്ടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടും നല്ല വേർത്ത് ആയിട്ടുള്ള ആ ഒരു പ്രൈസിന് 300 സംതിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് കളറിൽ വരുന്ന ഒരു ഡ്രസ് തന്നെയാണ് കേട്ടോ. ഇതും ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഒരു 4 to 5 ഡ്രസ്സസ്, ഒരു 4 ഡ്രസ്സസോളം കാഫ് ലെങ്ത് തന്നെയാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ കളറൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിനും വന്നിട്ട് ഷർട്ട് കോളർ നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് കുറച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിന്റെ ഒരു ബലൂൺ സ്ലീവ് പോലെ ഫുൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അറ്റത്ത് വന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് തന്നെയാണ് രണ്ട് അറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് വന്നിട്ട് ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് നിൽക്കും. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് 2 പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫുൾ ബട്ടൺ, ഈ വേസ്റ്റ് വരെയുള്ള ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിനും എക്സ്ട്രാ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഇതിന് ബെൽറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത് കേട്ടോ. ഇതും ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പ്രിന്റ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിന്റെ താഴ്ഭാഗത്തായിട്ട് വന്നിട്ട് എക്സ്ട്രാ ഒരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് വന്നിട്ട് ലൈനിങ് ഇല്ല കേട്ടോ. ഈ ഒരു സ്ലീവിന് മാത്രമാണ് ലൈനിങ് ഇല്ലാത്തുള്ളൂ. ഈ ഒരു ഡ്രസ്സിന്റെ താഴ്ഭാഗത്ത് മൊത്തത്തിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കാഫ് ലെങ്ത് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഭയങ്കര ഒരു ചെറിയൊരു പ്രൈസേ വരുന്നുള്ളൂ. 330 rupees ആണ് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാം 500 ബിലോ റേഞ്ച് വരുന്ന ഡ്രസ്സസ് തന്നെയാണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് മീഡിയം അല്ലെങ്കിൽ സ്മോൾ ആവാനാണ് ചാൻസ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് മീഷോയിൽ. സോ ഞാൻ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ, ഇതിന്റെ സെയിം ഒരു പ്രൊഡക്റ്റ് തന്നെ അതിന്റെ ലിങ്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇതും എന്തുകൊണ്ട് വേർത്ത് ആയിട്ടുള്ള ആ ഒരു ചെറിയൊരു പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം.
ഓക്കെ, അപ്പം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു 2 പീസ് സെറ്റ് ആണ് കേട്ടോ വരുന്നത്. ഒരു ടോപ്പും പിന്നെ ഒരു ബോട്ടം ആണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത്. ഇതിന്റെ ഓൾമോസ്റ്റ് കുറേ അധികം കളേഴ്സ് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു സമയത്ത് ഓർഡർ ആക്കിയതാണ്, പക്ഷെ വെയർ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ, വീഡിയോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഒരു സിൽവർ കളറിലുള്ള ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സ്ലീവ് വന്നിട്ട് ഒരു ഫുൾ സ്ലീവ് അല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് നിൽക്കുന്ന ഒരു 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സ്ലീവിൽ വന്നിട്ട് ലൈനിങ് ഇല്ല. ആൻഡ് ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു വേസ്റ്റ് വരെ വന്നിട്ട് അതിന്റെ അങ്ങോട്ട് താഴെ കുഞ്ഞു 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 പ്ലീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞതല്ല, കുറച്ച് വലിയ പ്ലീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ചിങ്ങനെ ഫ്ലെയർ ആയി നിൽക്കുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ അതിന്റെ ബോട്ടം വന്നിട്ട് സിംപിളി അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ബോട്ടം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിന്റെ ആയിക്കോട്ടെ ബോട്ടത്തിന്റെ ആയിക്കോട്ടെ താഴെ വന്നിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ബോട്ടം ആണ് കേട്ടോ, അല്ലേ? ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത്. അതിന്റെ താഴെ വന്നിട്ട് നല്ലൊരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും കൊടുത്തിട്ടുണ്ട്, ബോട്ടത്തിന്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഈ ഒരു ഡ്രസ്സ് ഞാൻ മുൻപ് വെയർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ കിട്ടുന്ന ഒരു വെയർ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ടൈ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത്. ആ ടോപ്പിന്റെ സെന്ററായിട്ട് ടൈ ചെയ്യാനുള്ള ഒരു ഇതാണ്. ആ കംപ്ലീറ്റ് ആ ഒരു ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ബ്ലാക്ക് വന്നിട്ട് അതിന്റെ സെന്ററിലായിട്ട് ഒരു സിൽവർ മിററിന്റെ ഒരു ടൈ ഒക്കെ കിട്ടുമ്പോൾ അത് മാത്രം കുറച്ചിങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ അത് മാത്രം കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു തന്നെയാണ്. ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്, ഈ ഒരു 2 പീസ് സെറ്റിന്റെ ഈ പ്രൈസ് വരുന്നത് ഒരു 600 സംതിങ് ആണ് കേട്ടോ. ഒരു 700 കിലോ ഒരു 600 സംതിങ് ആണ്. പ്രൈസ് കുറച്ച് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. സോ ഇതും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വെയർ ചെയ്യുന്നതിന്റെ ആ ഒരു ഓരോ ഔട്ട്ഫിറ്റിനോടുള്ള ഇഷ്ടം പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഗ്രീനിൽ വന്നിട്ട് ഫുള്ള് വന്നിട്ട് പോൾക്കാ ഡോട്ട് പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് വന്നിട്ടുള്ളത്. ഹൈനെക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഭയങ്കര ഫുൾ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്ത് ഉള്ള ഫുൾ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ പ്രിന്റ് വന്നിട്ട് പോൾക്കാ ഡോട്ട് കുഞ്ഞതും വലുതുമായിട്ടുള്ള പോൾക്കാ ഡോട്ട്സ് തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ടൈപ്പ് ഫ്രിൽ പോലെ കൊടുത്തിട്ട് താഴ്ഭാഗത്ത് വന്നിട്ട് കുറച്ചിങ്ങനെ ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ലീവിന്റെ അറ്റത്ത്. അതുപോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്ത് വന്നിട്ട് ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കാഫ് ലെങ്ത്തിന് കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന അത്രയ്ക്ക് ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് ഹൈറ്റ് ഉള്ളവരിനെ ഓരോരുത്തരിനെ ഡിപ്പെൻഡ് ചെയ്ത് അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഓരോ ഡ്രസ്സും മീഷോയിൽ നിന്ന് പർച്ചേസ് ആക്കുന്ന സമയത്ത് അതിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ഡ്രസ്സിന് എത്രത്തോളം ലെങ്ത് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നമ്മളൊരു ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് അത് എറിയുമ്പോൾ എന്തായാലും കുറച്ച് ഇറക്കം കുറഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടും നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു 333 രൂപയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് അതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. എങ്കിലും കറന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പ്രൊഡക്റ്റ്. ഞാൻ നോക്കിയിട്ട് അതിന്റെ ഏതെങ്കിലും ഇതേപോലെ സെയിം ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേജിൽ നിന്ന് തന്നെ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽ ഒക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് തോന്നിട്ടോ. ഭയങ്കര രസമുണ്ട് മെറ്റീരിയൽ ഒക്കെ കാണാൻ. അപ്പൊ കംപ്ലീറ്റ് വരുന്നത് ഇതാണ്. ഇതിൽ കളർ വൈസ് ആയിക്കോട്ടെ, കംഫർട്ട് വൈസ് ആയിക്കോട്ടെ, റേറ്റ് വൈസ് ആയിക്കോട്ടെ, മൊത്തത്തിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഇതും എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ കാണിച്ചിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് ആണല്ലോ. ചെറിയ ചെറിയ പ്രൈസിൽ വരുന്നതാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നതും ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്നിട്ടുള്ള ഒരു നീ ലെങ്ത്തോളം വരുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കും ഫ്രണ്ടും വരുന്ന നെക്ക് വന്നിട്ട് വൈഡ് നെക്കാണ്. അതായത് ഒരു സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. സോ അത് എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവ് തന്നെയാണ്. അറ്റത്ത് വന്നിട്ട് ബട്ടൺ ഒന്നുമില്ല, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഒരു 3/4 സ്ലീവ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞതായിട്ടുള്ള പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക് ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വന്നിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക്
കാണുന്നുണ്ടോ? ഞാൻ വേറെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും തോന്നുന്നു. കംപ്ലീറ്റ് ഈ ഒരു ഡ്രസ്സിൽ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വൈറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്രീം ടച്ച് വരുന്ന ഒരു ഡ്രസ്സാണ്. ക്രീമും പിന്നെ കുഞ്ഞു കുഞ്ഞി ഈ പ്രിന്റ്സ് ഒക്കെ കാണാൻ, ആ പ്രിന്റ് കംപ്ലീറ്റ് ആ പ്രിന്റ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമുണ്ട്. നമ്മൾ വേറെ ചെയ്യുമ്പോഴായാലും നല്ല മൊത്തത്തിൽ നല്ലൊരു രസമുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ നെക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. കുറച്ച് ഒരേപോലെ ഫ്രണ്ടും ബാക്കും കുറച്ച് വൈഡായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് കേട്ടോ. ഇതിന്റെ ബാക്കിലായിട്ട് വന്നിട്ട് ടൈ കൊടുത്തിട്ടുണ്ട്, അതായത് നെക്കിന്റെ ബാക്കിലായിട്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സിന്റെ താഴ്ഭാഗത്തല്ല, നെക്കിന്റെ നേരെ ബാക്കിലായിട്ട് കെട്ടാനായിട്ട് ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ബ്ലാക്ക് ബെൽറ്റും കൂടി ഉണ്ട്. അത് ഞാൻ തപ്പി, പക്ഷെ അത് കാണാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കുറച്ച് മാസം മുൻപ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ബെൽറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിന്റെ കൈ കിട്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് ബെൽറ്റ് കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലത്തെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇതും ഒരു 300 സംതിങ് റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ 5 പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു പ്രൊഡക്ട്സ് തന്നെയാണ്. അതിനൊക്കെ പ്രൈസ് വരുന്നത് ഒരു 300 സംതിങ് തന്നെയാണ്. ഒരു ഡ്രസ്സിന്റെ ആ ഒരു ബ്ലാക്ക് 2 പീസ് സെറ്റ് ഉണ്ടല്ലോ, അതിന് മാത്രമാണ് ഇപ്പൊ പ്രൈസ് കൂടുതലായിട്ടിരിക്കുന്നത്. ഇതിലിപ്പോ ഞാൻ കാണിച്ചിട്ടുള്ള ഈ 5 പ്രൊഡക്റ്റിലും വന്നിട്ട് 4 പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയാണ്. വീഡിയോ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ കുഴപ്പമില്ല, സോറി, ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ്. ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം വാങ്ങിയിട്ടുള്ള റിവ്യൂസ് ഒക്കെ ഉള്ള അതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ വേറെ പേജസിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.